ജനാലകൾ പൂർണ്ണമായും ഷീറ്റിട്ട് മറച്ച നിലയിലുള്ള പ്രേതഭവനം പോലെയുള്ള ഒരു വീട്ടിൽ ചില ദുരൂഹതകൾ മണത്ത് പോലീസ് പരിശോധന ആരംഭിക്കുന്നു. അകത്തൊരു മുറിയിൽ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. വിശദമായ പരിശോധനയിൽ അത് ഒരു 5 അടി താഴ്ചയിലുള്ള കുഴിയായിരുന്നു. അതിലെ കാഴ്ചയാവട്ടെ പോലീസിനെയും നാട്ടുകാരെയും ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടൊട്ടിച്ച ഒരു കാർഡ്ബോർഡ് പെട്ടി. പെട്ടിക്കുള്ളിൽ ഒരു മൃതദേഹം 3ആയി മടക്കി വെച്ചിരിക്കുന്നു. പിന്നീട് ചുരുളഴിഞ്ഞത് ഒരു നാടിനെ അടക്കം ഞെട്ടിച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ ഒരു പ്രഭാതം. കട്ടപ്പന സ്കൂൾ കവലയിലെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മോഷണ ശ്രമം നടക്കുന്നു. ആളില്ലെന്ന ധാരണയിലാണ് 2 പേർ വർക്ക്ഷോപ്പിൽ കയറി മോഷണം നടത്തിയത്. ഒരാൾ ഷോപ്പിന് പുറത്തു നിന്നു, മറ്റേയാൾ അകത്തു കയറി. സമീപകാലത്ത് പ്രദേശത്ത് മോഷണം പതിവായതോടെ പ്രദേശവാസികൾ ജാഗ്രതയിലായിരുന്നു. ഇതേ വർക്ക്ഷോപ്പിൽ മുൻപ് മോഷണശ്രമം നടത്തിയിട്ടുള്ളതിനാൽ ഉടമയുടെ മകൻ അവിടെ കാവൽ കിടപ്പുണ്ടായിരുന്നു. അകത്ത് ആളനക്കം കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന ഇയാൾ കള്ളന്മാരെ നേരിട്ടു. അകത്ത് കയറിയ ആളുടെ കാലിന് ഇരുമ്പ് വടി കൊണ്ടടിച്ചു. ഇതോടെ പുറത്ത് കാവൽ നിന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തി അടിയേറ്റ് പരിക്ക് പറ്റിയ ആളെ കസ്റ്റഡിയിലെടുത്തു. വൈകാതെ കൂട്ടുപ്രതിയെ കാഞ്ചിയാറിൽ നിന്നും പിടികൂടുന്നു. ഇതുവരെയും ഇതൊരു സാധാരണമായ ഒരു മോഷണ ശ്രമം. പിടിയിലായത് 2 കള്ളന്മാരും. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു തുമ്പിൽ ആ കഥ മാറുകയാണ്. സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഒരു കഥ. കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന 29കാരനായ വിഷ്ണു, 31 വയസ്സുള്ള നിധീഷ് എന്നിവരാണ് മോഷണ ശ്രമത്തിനിടയിൽ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവരുടെ ചിത്രമടക്കമുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു. ഇതോടെയാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തുന്നത്. കട്ടപ്പന സാഗര ജംഗ്ഷനിൽ താമസിച്ചിരുന്ന വിജയന്റെ മകനാണ് വിഷ്ണു. 2016 വീടും സ്ഥലവും വിറ്റ് നാട്ടിൽ നിന്നും പോയതാണ് വിജയന്റെ കുടുംബം. വിജയനും ഭാര്യയായ സുമയും മകനും മകളും പിന്നീട് എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇതന്വേഷിച്ചാണ് ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. വിഷ്ണുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ദുരൂഹത പോലീസിന് മണത്തെങ്കിലും മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് അവർ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആ വാടക വീട്ടിലെത്തിയത്. എന്നാൽ അവിടെ പോലീസ് കണ്ടതും കേട്ടതുമെല്ലാം സിനിമയെ വെല്ലുന്ന ചില ട്വിസ്റ്റുകളായിരുന്നു. ആ വീട്ടിൽ വിഷ്ണുവും നിധീഷും മാത്രമായിരുന്നില്ല താമസക്കാർ. ഒപ്പം വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒറ്റമുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു ഇവർ. വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും ചില അസ്വാഭാവികതകളും പ്രകടമായിരുന്നു. ഇവർക്കൊപ്പം വിജയനെ കണ്ടെത്താനാകാത്തത് പോലീസിലും ബന്ധുക്കളിലും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചു. വിഷ്ണുവിന്റെ അമ്മയോടും സഹോദരിയോടും കാര്യം തിരക്കിയപ്പോൾ ഈ സംശയങ്ങളുടെ ആഴം കൂടി. വിജയൻ മരിച്ചെന്നും വീടിനുള്ളിൽ കുഴിച്ചിട്ടെന്നുമുള്ള സൂചനകളാണ് അന്ന് പോലീസിന് അവരിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ മാനസികമായും ശാരീരികമായും തളർന്ന ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മോഷണക്കേസിൽ റിമാൻഡിലായിരുന്ന നിധീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. കാഞ്ചിയാറിലെ വീട്ടിൽ മണിക്കൂറുകളോളം തെളിവെടുപ്പും നടത്തി. ഇരട്ട കൊലപാതകത്തിന് പുറമെ വിശ്വാസത്തിന്റെ മറവിൽ ഒരു കുടുംബത്തെ ഒന്നാകെ ചൂഷണം ചെയ്ത കൊടും കുറ്റവാളിയിലേക്കാണ് ഈ അന്വേഷണം ചെന്നെത്തുന്നത്. 2 കൊലപാതകങ്ങളെക്കുറിച്ചാണ് നിധീഷ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. വിജയന്റെ മകളിൽ നിധീഷിനുണ്ടായ ആൺകുഞ്ഞിനെയും. വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് നിധീഷ് കൊന്നത്. തുടർന്ന് മൃതദേഹം വീടിനകത്ത് തറയിൽ കുഴിച്ചിട്ടു. മുറിക്കുള്ളിൽ 5 അടി താഴ്ചയിൽ ചതുരാകൃതിയിൽ കുഴിയെടുത്ത് മൃതദേഹം 3ആയി മടക്കി കാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടൊട്ടിച്ച് മണ്ണിട്ട് മൂടുകയായിരുന്നു. ഇതിനു മുകളിൽ കോൺക്രീറ്റ് ഇട്ട് തറ നിരപ്പാക്കുകയും ചെയ്തു. എന്നാൽ കൊല നടന്ന മാസങ്ങൾ കഴിഞ്ഞതോടെ മൃതദേഹം ജീർണിച്ച് തറ ഇടിഞ്ഞു താണു. ഇതോടെ കുഴിക്ക് മുകളിൽ സിമന്റ് ചാന്തിട്ട് തറ വീണ്ടും നിരപ്പാക്കുന്നു. മൃതദേഹം കുഴിച്ചിട്ട മുറിയുടെ ജനലുകൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് വായു കടക്കാത്ത വിധം മൂടിയ നിലയിലായിരുന്നു. ഇതിനെല്ലാം വിജയന്റെ ഭാര്യ സുമയുടെയും മകൻ വിഷ്ണുവിന്റെയും സഹായവും നിധീഷിനുണ്ടായിരുന്നു. അവരെ കൂടി കൊലപാതകത്തിൽ പങ്കാളികളാക്കി വിവരം പുറത്തു പോകുന്നത് തടയുകയായിരുന്നു ആ കൊടും കുറ്റവാളി. പ്രതി നിധീഷിന്റെ കുറ്റസമ്മതപ്രകാരം വീടിനകത്തു നിന്നും വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇതിനൊപ്പം വിജയൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും. ഇതിനു പിന്നാലെ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനു വേണ്ടിയുള്ള അന്വേഷണവും ആരംഭിച്ചു. ജനിച്ചു വീണ് 5 ദിവസങ്ങൾക്കകമായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തുന്നത്. കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു കൊടുത്തപ്പോൾ നിധീഷ് വായും മൂക്കും തുണികൊണ്ട് മൂടി കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുവിന്റെ സഹായവും ഇതിനായി ലഭിച്ചു. കുട്ടിയുടെ മൃതദേഹം നേരത്തെ താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്നായിരുന്നു നിധീഷ് പോലീസിനോട് പറഞ്ഞത്. ഇത് പ്രകാരം തൊഴുത്തിന്റെ പറമ്പുകൾ കുഴിച്ച് പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. പിന്നാലെ മൃതദേഹം കത്തിച്ചു കളഞ്ഞെന്നും തിരിച്ചു കിട്ടാനാവാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞെന്നും നിധീഷ് മൊഴി മാറ്റി പറഞ്ഞു. വിഷ്ണുവും നിധീഷും വീടന്വേഷിച്ച് കക്കാട്ടുകടയിലെത്തുന്നത് മോഷണക്കേസിൽ പിടിയിലാകുന്നതിന് 8 മാസങ്ങൾക്ക് മുൻപാണ്. വിഷ്ണുവും അച്ഛൻ വിജയനും മാത്രമായിരുന്നു താമസക്കാരെന്നും വീട്ടുടമസ്ഥനെ അടക്കം അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അയൽവാസികളുമായോ നാട്ടുകാരുമായോ ബന്ധമില്ലാതെയാണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത്. വീടിനകത്ത് 2 സ്ത്രീകളുണ്ടെന്നും നിധീഷിന്റെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ടെന്നും എന്തിനധികം ഒരാളെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന് പോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. എന്തിനാകും വീട്ടുകാരുടെ സമ്മതത്തോടെ വിജയനെ കൊന്ന് കുഴിച്ചുമൂടിയത്? എന്തിനാവും നവജാത ശിശുവിനെ കൊല നടത്തിയത്? വിജയന്റെ കുടുംബത്തിൽ നിധീഷിനുള്ള റോൾ എന്താണ്? നെല്ലാനിക്കൽ വിജയനും കുടുംബവും നാട്ടുകാരോടും പ്രദേശവാസികളോടും നന്നായി ഇടപഴകുന്നവരായിരുന്നു. 2015 വരെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം വിജയൻ പങ്കാളിയുമായിരുന്നു.
എന്നാൽ നിതീഷിന്റെ വരവോടെയാണ് എല്ലാം മാറിമറിഞ്ഞത്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കീഴ്ശാന്തിയെ ജോലി ചെയ്ത് പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ചവനായിരുന്നു നിതീഷ്. ജ്യോതിഷികളിൽ നിന്നും ഇയാൾ വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടിരുന്നു. ഇടയ്ക്ക് നാടുവിട്ട നിതീഷ് പിന്നീട് പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സിദ്ധനായിട്ടാണ് നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിജയന്റെയും കുടുംബത്തിന്റെ അന്ധവിശ്വാസം തന്നെയാണ് നിതീഷിനെ ആ കുടുംബത്തോട് കൂടുതൽ അടുപ്പിച്ചത്. ഈ അടുപ്പത്തിനായി നിതീഷ് വളരെ വർഷങ്ങളായി ശ്രമിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കുടുംബത്തിന്, പ്രത്യേകിച്ച് വിജയന്റെ മകൾക്ക് ചില ദിവ്യശക്തിയുണ്ടെന്നും പൂജയും മന്ത്രവാദവും മൂലം കൂടുതൽ ശക്തി ലഭിക്കുമെന്നും ഇയാൾ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ദിവ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഇതോടെ ആ കുടുംബം സമൂഹത്തിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. വിജയന്റെ മകളുടെ കൈക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനുവേണ്ടി നിതീഷ് ചില കർമ്മങ്ങൾ ചെയ്യുകയും ആ പ്രശ്നം മാറുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഇതോടെയാണ് ഇവർ കൂടുതലായി അടുത്തത്. ഇതിനിടെ വിവാഹം കഴിക്കാതെ തന്നെ വിജയന്റെ മകൾ നിതീഷിൽ നിന്ന് ഗർഭിണിയാവുകയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ വിജയനും കുടുംബവും ആ വീട് വിറ്റ് സാഗര ജംഗ്ഷനിൽ നിന്ന് മാറിപ്പോവുകയായിരുന്നു. കക്കാട് തറയിലെത്തുന്നതിന് മുൻപ് ഇവർ നിതീഷിനൊപ്പം പല വാടക വീടുകളിലും കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് വിജയനെയും കുടുംബത്തെയും കാണാനില്ല എന്ന പരാതി ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെയും അതിന്റെ മുത്തച്ഛനെയും കൊന്നുതള്ളാൻ നിതീഷ് എന്ന ക്രിമിനലിനൊപ്പം ആ കുടുംബം എങ്ങനെ കൂട്ടുനിന്നു എന്നതായിരുന്നു ഈ കേസിലെ ദുരൂഹതകൾക്ക് ചുരുളഴിഞ്ഞപ്പോൾ എല്ലാവരിലും ഉടലെടുത്ത ചോദ്യം. അന്ധമായ വിശ്വാസത്തിന് പുറത്താണ് ആദ്യഘട്ടത്തിൽ നിതീഷിന്റെ ചൊൽപ്പടിക്ക് നിന്നതെങ്കിലും പിന്നീട് അതിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സാഹചര്യങ്ങളെ അങ്ങനെ കുഴക്കിമറിക്കാൻ നിതീഷിന് സാധിച്ചു. നിതീഷും വിജയന്റെ മകളും വിവാഹിതരായിരുന്നില്ല. ഇങ്ങനെയുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ കുഞ്ഞായതിനാലാണ് നവജാത ശിശുവിനെ ഇവർ കൊന്നതെന്ന് പോലീസ് പറയുന്നത്. പിന്നീട് വിജയന്റെ വീട് സ്ഥലവും വിറ്റുകിട്ടിയ പണത്തിൽ ഭൂരിഭാഗവും നിതീഷ് പൂജകൾക്കായി കൈക്കലാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തർക്കം വഷളായി. അങ്ങനെയൊരു വാക്കേറ്റത്തിനൊടുവിലാണ് ഏതാനും നാളുകൾക്ക് മുൻപ് വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് നിതീഷ് കൊലപ്പെടുത്തുന്നത്. പിന്നീട് വിജയന്റെ മകളെയും ഭാര്യയെയും തടവിലാക്കി. നവജാത ശിശുവിനെ കഴുത്തുഞെരിച്ച് കൊന്ന കേസിൽ ഒന്നാം പ്രതി നിതീഷും രണ്ടാം പ്രതി വിജയനുമാണെങ്കിൽ വിജയനെ കൊന്ന കേസിൽ നിതീഷ് ഒന്നാം പ്രതിയും മകൻ വിഷ്ണു രണ്ടാം പ്രതിയുമാണ്. കൊലപാതകത്തിൽ പങ്കാളിയായ വിജയന്റെ ഭാര്യ സുമയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തുമ്പോൾ മാനസികാരോഗ്യം വഷളായിരുന്ന സുമിയെയും മകളെയും പോലീസ് പിന്നീട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും കൗൺസിലിംഗ് അടക്കം നടത്തുകയും ചെയ്തു. കേവലം ഒരു മോഷണ കേസിലെ നിസ്സാര തുമ്പിലൂടെ ലഭിച്ച വിവരങ്ങളാണ് ഒരു നാടിനെ അടക്കം ഞെട്ടിച്ച ഇരട്ട കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ പോലീസിനെ പിന്നീട് സഹായിച്ചത്.